ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പ്രഭാവതിൻ്റെ പേരിലേക്ക് സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കാൻ ഗായത്രി പാറുവിനോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ആഹാരം കഴിക്കാനിരിക്കുന്നതാണ്. തുടർന്ന് വിശാൽ ആഹാരം കഴിക്കാതെ എഴുന്നേറ്റ് പോകാനൊരുങ്ങുമ്പോൾ പാറു പറയുകയാണ്, വിശാൽ സാർ വിഷമിക്കേണ്ട, സ്വത്തുക്കളെല്ലാം എഴുതി തരാൻ എനിക്ക് സമ്മതമാണ്. താൻ തൻ്റെ നാവുകൊണ്ട് തന്നെ അതെൻ്റെ അമ്മയോട് പറയണം, അതാ ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്ക്. തുടർന്ന് വിശാൽ വീണ്ടും നിർബന്ധിക്കുമ്പോൾ അമ്മയുടെ പേരിലേക്ക് സ്വത്തുക്കൾ എഴുതി കൊടുക്കുന്നതിന് എനിക്ക് ഒരു എതിർപ്പുമില്ലെന്ന് പാറു പറയുന്നു. പാർവതി എന്താ പറഞ്ഞത്, ഞാൻ കേട്ടില്ലെന്ന് പ്രഭാവതി പറയുമ്പോൾ പ്രഭാവതിയുടെ അടുത്തേക്ക് ചെന്ന് വീണ്ടും തനിക്ക് സമ്മതമാണെന്ന് പറയുകയാണ് പാറു. ഇനി വിശാൽ സാറിന് ആഹാരം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പാറു ചോദിക്കുമ്പോൾ വിശാല് ആഹാരം കഴിക്കാൻ തുടങ്ങുകയാണ്. അതേസമയം ഗോപിനാഥ് ദേഷ്യത്തോടെ എഴുന്നേൽക്കുകയാണ്. അച്ഛൻ കഴിക്കുന്നില്ലേ എന്ന് പാറ ചോദിക്കുമ്പോൾ എൻ്റെ വിശപ്പ് കെട്ടടങ്ങിയെന്ന് പറഞ്ഞ് ഗോപിനാഥ് അവിടെ നിന്ന് പോകുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയാണ്. വിശാലിൻ്റെ അടുത്തേക്ക് പാർവതി ചെല്ലുമ്പോൾ വിശാൽ പറയുകയാണ്, ഈയിടെയായിട്ട് താൻ എന്നിൽ നിന്നും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. എന്തായാലും തൻ്റെ സ്വഭാവമുണ്ടല്ലോ, അതിപ്പോൾ വളരെയേറെ മാറിയിട്ടുമുണ്ട്. സാർ എന്തൊക്കെയായി പറയുന്നത്, ഞാൻ എന്ത് മറച്ചു വെച്ചെന്നാ സാറ് പറയുന്നതെന്ന് പാറു ചോദിക്കുന്നു. ഞാൻ പറയുന്നത് എന്താണെന്നേ തനിക്ക് വ്യക്തമായി തന്നെ മനസ്സിലാകുന്നുണ്ട്. എന്നിട്ടും താൻ അതൊക്കെ ഒളിച്ചു വെക്കുന്നതാണ്. ആദ്യം ഞാൻ തന്നോട് സ്വത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ താനൊന്നും മിണ്ടിയില്ല. തൻ്റെ മൗനം സമ്മതമാണെന്ന് കരുതിയപ്പോഴാണ് അമ്മ എന്നോട് പറഞ്ഞത് താൻ സമ്മതമാണെന്ന് പറയണമെന്ന്. പിന്നീട് ഞാൻ തൻ്റെ അടുത്തേക്ക് വന്നപ്പോഴോ താൻ അതിന് സമ്മതമല്ലെന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ എന്നിട്ട് എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി താൻ ഒപ്പിട്ട് തരാമെന്ന് പറയുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണെന്ന് വിശാൽ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, അത് പിന്നെ അച്ഛനാണല്ലോ എൻ്റെ പേരിൽ ഈ സ്വത്തെല്ലാം എഴുതി തന്നത്. അപ്പോൾ അച്ഛനോടൊരു അഭിപ്രായം ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതാ കാരണം. ഇത് കേൾക്കുന്ന വിശാല് ദേഷ്യത്തോടെ പറയുകയാണ്, അതൊന്നുമല്ല കാരണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അച്ഛൻ ഇതിനോട് എതിർപ്പാണെന്ന് എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇനിയും താൻ മറച്ചു വയ്ക്കുന്ന കാര്യം പറഞ്ഞില്ലെങ്കിലേ അത് ഞാനായിട്ട് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അത്രയും പറഞ്ഞുകൊണ്ട് വിശാല് ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോകുമ്പോൾ ആകെ വിഷമത്തോടെ നിൽക്കുകയാണ് പാർവതി. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സുകുമാരനെയാണ്. സുകുമാരൻ വീട്ടിലേക്ക് വരുമ്പോൾ ഗേറ്റിൻ്റെ അവിടെ ഇരുന്ന് പാറുവിൻ്റെ പേപ്പർ കിട്ടുകയാണ്. ഇതാരാ ഇവിടെ വെച്ചിട്ട് പോയത് എന്ന് പറഞ്ഞുകൊണ്ട് സുകുമാരൻ ആ പേപ്പർ തുറന്നു വായിക്കുകയാണ്. അതേസമയം അയൽപക്കത്തുള്ള ആ സ്ത്രീ വന്ന് ഒരു പെൺകുട്ടി ഇതിവിടെ വെച്ചിട്ട് പോയതാണെന്നും കണ്ടിട്ട് പ്രശ്നക്കാരിയാണെന്നൊന്നും തോന്നിയില്ലെന്നുമൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുന്ന സുകുമാരൻ അപ്പോൾ തന്നെ പാർവതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. തുടർന്ന് പാർവതി തൻ്റെ സംശയങ്ങളെല്ലാം സുകുമാരനോട് ചോദിക്കുകയാണ്. നിങ്ങളുടെ ഭാര്യയുടെ പേര് പ്രഭാവതി എന്നാണോ എന്ന് പാറു ചോദിക്കുമ്പോൾ അല്ലെന്നും എനിക്ക് അങ്ങനെ പേരിലുള്ള ആരെയും അറിയില്ലെന്നും സുകുമാരൻ പറയുന്നു. ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, അത് പിന്നെ എൻ്റെ ആൻറ്റിയുടെ മരിച്ച ഭർത്താവാണെന്ന് പറഞ്ഞ് ഞങ്ങളെ കാണിച്ചു തന്നത് നിങ്ങളുടെ ഫോട്ടോ ആയിരുന്നു. എനിക്ക് അപ്പോഴേ സംശയം തോന്നി. അതാണ് നിങ്ങളെ ഞാൻ കണ്ടുപിടിച്ചതും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ വന്നതുമൊക്കെ. ഇത് കേൾക്കുന്ന സുകുമാരൻ പറയുകയാണ്, എനിക്കൊരു പ്രഭാവതിയും അറിയില്ല. ഇത് എവിടെ വേണമെങ്കിലും ഞാൻ വന്ന് പറയുകയും ചെയ്യാം. എൻ്റെ ഭാര്യ ഇതെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ അത് പിന്നെ വലിയ പ്രശ്നമുണ്ടാക്കും. ഇത് കോടതിയിൽ വേണമെങ്കിലും ഇത് വന്ന് ഞാൻ പറയാമെന്നൊക്കെ സുകുമാരൻ പറയുമ്പോൾ ഇത് കേൾക്കുന്ന പാർവിന് സന്തോഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പാർവതി തൻ്റെ പേരിൽ സ്വത്തുക്കളെല്ലാം എഴുതി തരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് പ്രഭാവതി. പാവം വിശാൽ കഥ അറിയാതെ ആട്ടം കാണുകയാണവൻ. ആദ്യം സ്വത്തുക്കളെല്ലാം എൻ്റെ കയ്യിൽ വന്നോട്ടെ, എന്നിട്ട് ആ പാർവതിയെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ആരാണെന്ന്. അതേസമയം പാറു പ്രഭാവതി അമ്മയെന്ന് വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് വരികയാണ്. സ്വത്തുക്കളെല്ലാം കിട്ടുമെന്ന് കരുതി നിങ്ങളിങ്ങനെ സന്തോഷിച്ചിരിക്കേണ്ട ഒരു കാര്യവുമില്ല. വിശാൽ സാറിൻ്റെ സമാധാനത്തിന് വേണ്ടിയും വിശാൽ സാറ് ആഹാരം കഴിക്കാൻ വേണ്ടിയും ഞാൻ അങ്ങനെ കള്ളം പറഞ്ഞതാ. ഇത് കേൾക്കുന്ന പ്രഭാവതി ഞെട്ടലോടെ പാർവിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.